ഹായ് കൂട്ടുകാരെ, മാഷൻ ടീച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം നമ്മുടെ എക്സാമിങ് എത്തിയില്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-26 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ആദ്യം തന്നെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വൃത്തമുണ്ട്, അതേപോലെ ഒരു ത്രികോണം ഉണ്ട് അല്ലേ. ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും ആണ് ഉള്ളത്. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 centimeters. One of the angle of the triangle is 40 ഡിഗ്രി. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പൊ ത്രികോണത്തിലെ ഒരു കോൺ 40 ഡിഗ്രി ആണ്. അപ്പൊ ഒരു കോണ് 40 ഡിഗ്രി ആണ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാം? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വൃത്തത്തിലെ ഒരു വൃത്താണ്. വൃത്തത്തിന്റെ ആകെ എത്ര ഡിഗ്രി ഉണ്ടാവുക? 360 ഡിഗ്രി ആണ് അല്ലെ. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ ആകെ 360 ഡിഗ്രിയാണ്. അപ്പൊ അതില് 40 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 40/360 ആണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗം എടുക്കുക. ഷെയ്ഡ് ചെയ്ത ഭാഗം ഡിവൈഡഡ് ബൈ ആകെ കിട്ടിയ ആകെ ഈ ഒരു സർക്കിളിന്റെ കോണളവ് അല്ലെ, ഡിഗ്രി 360 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇത് സീറോസ് കട്ട് ചെയ്ത് പോവാം. അതേപോലെ ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. 4/36 എന്നാണുള്ളത് അല്ലെ. 4/36. അപ്പൊ ഈ 4/36 നമുക്ക് ചെറുതാക്കി എഴുതിക്കൂടെ? രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 4 തന്നെയാണ് അല്ലെ. അപ്പൊ 4ല് 4 ഒരു തവണ, 36ല് 4 9 തവണ. അപ്പൊ നമുക്ക് ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. 1/9 ഭാഗം. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. 1/9 ഭാഗം എന്ന് നമുക്ക് കിട്ടി. ഇനി അതിൽ 2B ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 angles ഓഫ് ദ ട്രയാങ്കിൾ. വൃത്തത്തിലെ മറ്റു 2 കോണുകളുടെ അളവുകൾ അളന്നെഴുതുക. മറ്റു 2 കോണുകളുടെ പ്രത്യേകത എന്തായിരിക്കും മക്കളെ? അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. രണ്ടും തുല്യമായിരിക്കും അല്ലെ. തുല്യമല്ലെങ്കിൽ നമ്മളോട് പ്രത്യേകം പറയും. പക്ഷെങ്കിൽ ഇവിടെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അവരത് പറഞ്ഞില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സർക്കിളിന്റെ ആരം തന്നിട്ടുണ്ട് അല്ലെ. രണ്ടും 4 സെന്റിമീറ്റർ ആണ്. 2 ഭാഗവും 4 സെന്റിമീറ്റർ ആണ് അല്ലെ. തുല്യ അളവാണ് വശങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രണ്ടും തുല്യമാണെന്ന രീതിയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. തുല്യമല്ലാത്ത കേസിൽ അവർ പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയും.
ഒരു ആംഗിൾ ഇത്ര കൂടുതലാണ് അല്ലെങ്കിൽ ഇത്ര കുറവാണ് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത 2 ആംഗിൾസ് കണ്ടെത്താനാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് രണ്ടും തുല്യമാണ് എന്ന് മനസ്സിലായി. അപ്പം ഇത് കണ്ടെത്താൻ എന്ത് ചെയ്യണം മക്കളെ? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടണം? 180 എന്ന് കിട്ടണം. അപ്പോൾ ഈ 180യിൽ നിന്നും 40 കുറച്ചാൽ ബാക്കി 2 ആംഗിളിൻ്റെയും തുക നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 180 മൈനസ് 40 140 എന്ന് നമുക്ക് കിട്ടിയില്ലേ? ഇനിയിപ്പോൾ 140 എന്നാണുള്ളത്. അപ്പോൾ 2 ഭാഗിക്കണം അല്ലേ? ഇതിപ്പോൾ 2ൻ്റെയും കൂടി തുകയാണ്. ഈ 2 ആംഗിൾസും കൂട്ടിയാലാണ് 140 കിട്ടുക. അപ്പോൾ ഒരു ആംഗിളിൻ്റെ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 140/2 അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 70 എന്ന് നമുക്കിവിടെ ഉത്തരം കിട്ടും. അപ്പോൾ ഓരോ ആംഗിൾസും എത്ര വീതമാണ്? 70 ഡിഗ്രി വീതമാണ്. 2 ആംഗിളും 70 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഇത്തരം എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ കഴിയും? അപ്പം ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെ ചെയ്യേണ്ടത്? 40 ഡിഗ്രിയുള്ള എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ എത്രയാണുള്ളത്? ആകെ 360 ഡിഗ്രി ആണുള്ളത്. അപ്പം 40 ഡിഗ്രി വീതമുള്ള എത്ര എണ്ണം വരയ്ക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഒന്നിന് 40 ഡിഗ്രിയാണ്. അപ്പം 40 ഡിഗ്രി വീതമുള്ള എത്ര എണ്ണം വരയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 360/40 എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. 36/4 ആണ് കേട്ടോ. 36/4 എത്ര ഉത്തരം കിട്ടാ? 9 എന്നാണ് കേട്ടോ. 9 × 4 36. ഓക്കെ അല്ലേ? അപ്പോൾ 9 ട്രയാങ്കിൾസ് ആണ് നമുക്ക് വരയ്ക്കാൻ കഴിയുക. ഓക്കെ അല്ലേ? ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കിയേ. ഡി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്താനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമല്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ളതും ചോദിക്കാം. അപ്പം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. കറക്റ്റ് ആണോ ചോദിച്ചത് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ ചോദിച്ചത് അല്ലെ, ശരിയാണോ തെറ്റാണോ ചോദിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ശേഷം മാത്രം ഉത്തരം എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിൾ? വൃത്തത്തിലെ ത്രികോണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ത്രികോണത്തിലെ ഒരു കോൺ മട്ടത്രികോണമാണ്. തെറ്റാണ് അല്ലെ? നമ്മൾ ത്രികോണത്തിന്റെ അളവുകൾ എന്തായിരുന്നു? കോണളവുകള് 40 ഡിഗ്രി 70 ഡിഗ്രി 70 ഡിഗ്രി അല്ലെ? ഇങ്ങനെയായിരുന്നു നമ്മുടെ ത്രികോണത്തിന്റെ കോണളവുകൾ. അപ്പൊ അത് മട്ടത്രികോണമല്ല. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരാംഗിള് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ അത് മട്ടക്കോണല്ല. ഓക്കെ അല്ലേ? അപ്പൊ ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമാണ്. അപ്പൊ അത് ശരിയാണ് അല്ലെ? 2 വശങ്ങൾ തുല്യമാണ്. സർക്കിളിന്റെ ആരം 4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് 2 വശം തുല്യമാണ്. ഓക്കെ അല്ലേ? ഈ 2 വശങ്ങൾ തുല്യമാണ്. രണ്ടും 4 സെന്റിമീറ്റർ വീതമാണ് വരിക. ഇനി അടുത്തത്, ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണ്. 3 വശങ്ങളും തുല്യമല്ല അല്ലെ? 3 വശങ്ങളും തുല്യമല്ല. അപ്പൊ അടുത്തത്, ത്രികോണത്തിന്റെ 3 കോണുകളും 90-ൽ കുറവാണ്. ശരിയാണ് അല്ലെ? The 3 angles of the triangle are less than 90 അല്ലെ? 40യും 70യും ഇതാണ് വരുന്നത്. അപ്പൊ അതെന്താണ്? 90-ൽ കുറവാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 4ഉമാണ് ശരി കേട്ടോ. 2ഉം 4ഉം ശരിയാണ്. അപ്പം
സി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് ആൻസേഴ്സ് വരിക. ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് ആർ 90 centimeters, 70 centimeters, 50 centimeters റെസ്പെക്റ്റീവ്ലി. ചതുരാകൃതിയിലുള്ള ഒരു ടാങ്കിന്റെ അകത്തെ നീളം, വീതി, ഉയരം എന്നിവ യഥാക്രമം 90 സെന്റിമീറ്റർ, 70 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്? ടാങ്കിന്റെ ഉള്ളളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വോളിയം കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? വോളിയം ആയാലും കപ്പാസിറ്റി ആയാലും അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ അല്ലേ? ഇവിടെ എല്ലാ അളവുകളും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഉത്തരം കണ്ടെത്താം. അപ്പൊ 90 ഇൻറ്റു 70 ഇൻറ്റു 50. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സീറോസിനൊക്കെ അവിടെ വെക്കാം. ബാക്കി ചെയ്ത് നോക്കാം കേട്ടോ. 9 ഇൻറ്റു 7 എത്രയാണ്? 9 ഇൻറ്റു 7 63, 63. അപ്പൊ 63 ഇൻറ്റു 5 നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. 63 ഇൻറ്റു 5 ചെയ്യാം. 63 ഇൻറ്റു 5 15, 15ക്ക് 5 ബാക്കി 1. 5 ഗുണിക്കണം 6, 30, 31, 31 കേട്ടോ. അപ്പൊ എത്ര കിട്ടി? 315 എന്ന് കിട്ടി. 315 എന്ന് മാത്രം എഴുതിയ ശരിയാണോ? അല്ലല്ലേ. ഇവിടെ നമ്മൾ 3 സീറോസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ 3 സീറോസും എടുത്ത് എഴുതാണ് വേണ്ടത്. അപ്പൊ ഉത്തരം എത്രയാ മക്കളെ കിട്ടുക? 3,15,000 ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് കിട്ടുക അല്ലെ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വോളിയം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? 3,15,000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നമുക്കിവിടെ ഉത്തരം കിട്ടി. അപ്പൊ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ബി ക്വസ്റ്റ്യൻ. നൗ ദ ടാങ്ക് ഹോൾഡ്സ് 189 liters ഓഫ് വാട്ടർ. അല്ലെ? എന്താണ് മക്കളെ ആ ടാങ്ക്? അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഇപ്പൊ 189 ലിറ്റർ വെള്ളം ഹോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, വെള്ളമുണ്ട്. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ദ ടാങ്ക്? 189 ലിറ്റർ വെള്ളമാണുള്ളത് അല്ലെ. അപ്പൊ ടാങ്കില് എത്ര ഉയരത്തിലാണ് വെള്ളമുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലാകെ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ നമുക്ക് വോളിയം കിട്ടി 3,15,000 എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മള് ക്യൂബിക് സെന്റിമീറ്ററും അതേപോലെ ലിറ്ററും തമ്മിലുള്ള ബന്ധവും ക്യൂബിക് മീറ്ററും ലിറ്ററും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. വോളിയം കണ്ടെത്തിയാൽ അതിലെത്ര വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ
ഒരുപാട് പ്രോബ്ലംസിലൂടെ കണ്ടെത്തിയതാണ്. അപ്പോൾ എന്തായിരുന്നു മക്കളെ ആ ഒരു ബന്ധം, ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? 1 ലിറ്റർ അല്ലെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതേപോലെ 1 ക്യൂബിക് മീറ്റർ എന്നാൽ 1000 ലിറ്റർ ആണ്. അപ്പൊ ഇവിടെ ആകെ എത്ര കൊള്ളുമെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയിട്ടുള്ള ഉത്തരത്തിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. സെന്റിമീറ്ററിലാണോ മീറ്ററിലാണോ കണക്ക് വരുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഉത്തരം തെറ്റാതിരിക്കുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ, സിമ്പിളാണ്. അപ്പോൾ ഇവിടെ 3 സീറോസ് ആണ് 1000-നുള്ളത്, ഇവിടെയും 3 സീറോസ് പോവും. അപ്പോൾ ആകെ കൊള്ളുന്നത് എത്രയാണ്? 315 ലിറ്റർ ആണ് ആകെ കൊള്ളുക. ഓക്കെ അല്ലേ? അപ്പോൾ 315 ലിറ്റർ. അപ്പോൾ ഇവിടെ എത്രയാണുള്ളത്? 189 ലിറ്റർ ആണ് ഉള്ളത്. അപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് ഹൈറ്റ് ആണ് അല്ലേ. ഈ 189 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ വേണ്ട ഹൈറ്റ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ലിറ്ററിൽ തന്നത് കൊണ്ട് ആ ഒരു വെള്ളം നിൽക്കുന്ന അത്രയും ഉയരത്തിലുള്ള വോളിയം നമുക്ക് കണ്ടെത്താൻ പ്രയാസമില്ലല്ലോ. ഇല്ല അല്ലേ? എന്ത് ചെയ്താൽ മതി? ലിറ്ററിലാണ് തന്നത് അല്ലേ. അപ്പം ലിറ്ററിൽ തന്നത് നമ്മൾ വോളിയം ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആകെ വോളിയം കിട്ടും. അത്രയും 189 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഇതുവരെയുള്ള വോളിയം നമുക്ക് കിട്ടും. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതേപോലെ ഹൈറ്റ് അല്ലേ. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും കൂടെ ഇൻറ്റു ചെയ്താലാണ് വോളിയം കിട്ടുക. അപ്പം നമുക്ക് ഇവിടെ വെറും ഹൈറ്റ് മാത്രമേ കണ്ടെത്തേണ്ടൂ. അപ്പം എന്ത് ചെയ്യാം? ഇവിടെ ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 90 അല്ലേ. അപ്പം 90 ഇൻറ്റു 70 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ആകെ കണ്ടെത്തണ്ട. ഈ ഒരു ആകെ എന്ന് പറഞ്ഞാൽ, ഈ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്തും ഈ ഒരു വിഡ്ത്തും കൂടെ ഇൻറ്റു ചെയ്തതിൻ്റെ കൂടെ ഈ ഒരു ഹൈറ്റും കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഒരു വോളിയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഹൈറ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഹൈറ്റ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. സീറോസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങോട്ട് എഴുതിയേ. 189 ഇൻറ്റു 10 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? 0 ആക്കി ഇൻറ്റു ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. 1890 എന്ന് തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ, 9 ഇൻറ്റു 7 അല്ലേ. 9 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 63. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി അങ്ങനെയല്ല, ഇവിടുന്ന് വീണ്ടും വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടുന്ന് വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ ഇവിടെ 9 വെട്ടി അല്ലേ. 189 21 തവണ 9 പോവും. അപ്പോൾ ഇവിടെ 21 എന്നായി. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും കട്ട് ചെയ്ത് പോവാം. 7 21 പോവുമോ? പോവും അല്ലേ. അപ്പം 7 കട്ട് ചെയ്തു. 21 3 തവണ പോവും. 3 തവണ പോവും. പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ. 3 ഗുണിക്കണം 10 30 എന്ന് നമുക്കിവിടെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 30 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പോൾ ഇത് ഈ ഒരു ഹൈറ്റ് കണ്ടെത്താൻ നമ്മൾ ചെയ്ത രീതി ഒന്ന് നോക്കുക. ഇവിടെ എത്ര ലിറ്റർ ആണോ വെള്ളമുള്ളത് അല്ലേ, അതിനെ നമ്മൾ എന്താക്കി മാറ്റി? അതുവരെയുള്ള വോളിയം ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതി അല്ലേ. വോളിയം ആക്കി എഴുതുമ്പോൾ നിങ്ങൾ നോക്കണം, സെൻറ്റിമീറ്ററിലാണ് തന്നത്, അതുകൊണ്ട് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. അങ്ങനെ വോളിയം കണ്ടെത്തി അതിനുശേഷം എന്ത് ചെയ്യുക?
ഈ ഹൈറ്റ് ആണ് കാണേണ്ടത് നമുക്ക് അല്ലെ. ഹൈറ്റ് കാണേണ്ടത് കൊണ്ട് വോളിയം ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. ഇതിനിപ്പോൾ ലെങ്ത് ആണ് കാണേണ്ടത് എന്ന് വെച്ചാലും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. വിഡ്ത്ത് ആണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. നമുക്കിവിടെ 30 സെന്റിമീറ്റർ എന്ന ഉത്തരം കിട്ടി. ഇനി അടുത്തത്, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദ ടാങ്ക് ഇഫ് ഇറ്റ്സ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്. ടാങ്കിന്റെ നീളം, വീതി, ഉയരം എന്നിവ ഇരട്ടിയാക്കി മാറ്റിയാൽ അതിന്റെ ഉള്ളളവിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലുള്ള അല്ലെ, നമ്മളിപ്പോൾ നേരത്തെ ഈ ഒരു കണക്കില്ലേ, അതാ ഈ ഒരു ടാങ്കിന്റെ വോളിയം, ലെങ്ത്തും വെടുത്തും ഒക്കെ തന്നില്ലേ, അത് തന്നെ ചെയ്യേണ്ട, വേറൊന്ന് ചെയ്ത് നോക്കാം. കാരണം അത് കുറച്ച് വലിയ കണക്കാണ് അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഏറ്റവും ചെറുതായിട്ടുള്ള ഒന്ന് എടുക്കുക, ഏറ്റവും ചെറുതായിട്ടൊന്ന് എടുക്കാം. അപ്പൊ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും നമുക്ക് 2, 3, 4 എന്നിങ്ങനെ എടുക്കാം. 2, 3, 4 എന്നിങ്ങനെ എടുക്കാം. അപ്പം നോക്കിക്കേ, എത്രയാണ് വോളിയം വരിക? 2 × 3, 2 × 3 6, 6 × 4 24 അല്ലെ, 24 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നമുക്കിവിടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ഇനി ഇതൊന്ന് ഡബിൾ ആക്കി നോക്കുക. 2 എന്നുള്ളത് ഡബിൾ ആക്കിയാൽ 4 ആവും അല്ലെ, 3 എന്നുള്ളത് 6 ആവും, അതേപോലെ 4 എന്നുള്ളത് 8 ആവും. ഓക്കെ അല്ലേ. അപ്പൊ ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 4 × 6 അല്ലെ, 4 × 6 24, 24 × 8 24 × 8 192 എന്നാണ് കിട്ടുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. 192 ക്യൂബിക് മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ. അപ്പം ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എത്ര മടങ്ങാവും അല്ലെ, എത്ര മടങ്ങാവും എന്നുള്ളത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 192 ÷ 24 ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്കിത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കോ, 4 × 6 24, 24 × 8 ആണ് 192 എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മളിത് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടുക? 8 എന്നാണ് ഉത്തരം കിട്ടുക. അതിപ്പോ നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്താലും വോളിയം അല്ലെ, വോളിയത്തിന്റെ മാറ്റം നോക്കിയാൽ ഇതേ മാറ്റം തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന നീളവും വീതിയും ഉയരവും ഇരട്ടിയാക്കിയാൽ അതെന്താ ചെയ്യുക? വോളിയം അല്ലെ, ഉള്ളളവ് 8 മടങ്ങാവും. ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുക. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ അതിനെ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് തന്നെ മനസ്സിലായത്. പക്ഷെ വേറെ നമ്പേഴ്സ് എടുത്താലും ഇതേപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, 8 ആണ് വരിക. അപ്പൊ ഇനിയിപ്പോൾ ഏത് വന്നാലും ഇങ്ങനെ തന്നെയാണ് വരിക. വെറുതെ നിങ്ങൾ ഡിവൈഡ് ചെയ്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി, 8 മടങ്ങാവും എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്ത ഓരോ കണക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിൽ നമുക്കിതാണ് വോളിയമാണ് നമ്മൾ ചെയ്തത്. എ ക്വസ്റ്റ്യനിൽ വോളിയം കണ്ടെത്തി നമ്മൾ. ബി ക്വസ്റ്റ്യനിൽ നമ്മൾ ഹൈറ്റ് കണ്ടെത്തി അല്ലേ, 189 ലിറ്റർ വെള്ളം കൊള്ളുന്നത് വരെയുള്ള ഹൈറ്റ് നമ്മൾ കണ്ടെത്തി. സി ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതും നമ്മൾ കണ്ടെത്തി. ഓക്കെ അല്ലേ. നമ്മളിതിങ്ങനെ എക്സാമ്പിളിലൂടെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഇൻക്രീസ് ചെയ്യുന്നത് 2 മടങ്ങാണ് അല്ലെ, 2 മടങ്ങാണ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും ഇൻക്രീസ് ചെയ്യുന്നത് 2 മടങ്ങാണ്. അപ്പൊ 2 × 2 അല്ലെ, എല്ലാം 2 മടങ്ങ്. 2 × 2 ചെയ്താൽ എത്ര കിട്ടും?
8 എന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെയൊന്ന് ആലോചിച്ചാലും മതി. ഓക്കെ അല്ലേ? ഇഫ് ഓൾ dimensions are doubled, volume increased 2 into 2 into 2 8 times. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിൻ്റെ കൂടി 2 ഗുണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? 2നെ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 3നെ ഇരട്ടിയാക്കിയാൽ നമ്മൾ 3 ഗുണിക്കണം 2 ചെയ്തത് അല്ലേ? 6 എന്ന് കിട്ടി. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 8. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഏതൊരു കേസിലും അങ്ങനെ തന്നെയാണ് വരിക. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.